ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ വീട് പണി നടക്കുന്നിടത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വീട് പണി എന്തായാലും കാണാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും ചെറിയ മോളും പാടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മോന് സ്കൂളിലോട്ട് പറഞ്ഞയച്ചു കേട്ടോ. മോന് എക്സാമാണ്. അപ്പോൾ അവന് ഉച്ചവരെ ഉള്ളൂ. അതിന് മുന്നേ എത്രയെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തിരക്കുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് ചെറിയ പനിയുണ്ട്. അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ ഞങ്ങൾ വീട് പണിയൊക്കെ എന്തായാലും നോക്കിയ ശേഷം നേരെ ഞങ്ങൾ ബസ് കയറിയിട്ട് ഒറ്റപ്പാലത്തോട്ട് പോയി. എന്നിട്ട് മോളിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മോളെ ഡോക്ടറെ കാണിച്ച ശേഷം പിന്നെ ഞങ്ങൾ മോൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് ലേശം ചായയും കട്ട്ലേറ്റൊക്കെ കഴിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പം മോന് എക്സാം കഴിയാൻ ടൈം ആയതുകൊണ്ട് ഇമ്മ പോയിട്ട് വിളിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഞാനും മോളും ഇവിടെ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ മോൾക്ക് കട്ട്ലേറ്റും ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഉണ്ട് പറഞ്ഞില്ലേ, അതിൽ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോളും ഇവിടെ പോയിട്ടോ. ഉമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മയും മോനും വരുമ്പോഴേക്കും ഞങ്ങൾ കോഫി ഷോപ്പിൽ വന്നിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മദർ കെയർ പറഞ്ഞ ഷോപ്പുണ്ട് കേട്ടോ. മോന് മദർസയിലോട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നിട്ട് മദർസ തുറക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള സ്ലേറ്റും നോട്ടൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ മേടിച്ചിട്ട് ബില്ല് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെയും നേരെ കോഫി ഷോപ്പിലോട്ട് തന്നെയാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഉമ്മ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്കും അവന് ചായയും ഒക്കെ മേടിച്ചു കൊടുത്തു. ഉച്ച സമയമാണ്, ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ചായയും പഴംപൊരി മതി കൊണ്ട് അവനത് മേടിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടോ. പിന്നെ ഞങ്ങൾ പോയത് നേരെ മാവേലിലോട്ടാണ്. മാവേലിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഞാനും മോളും പുറത്ത് വെയിറ്റ് ചെയ്യുക ചെയ്തത്. മോനും ഉമ്മമ്പാടാണ് കയറിയത്. ഇവൾ അതിൻ്റെ ഉള്ളിൽ പോയാൽ കരയുള്ളൂ. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് പോയില്ല, മോനെ പറഞ്ഞയച്ചു. പിന്നെ ഉമ്മയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബില്ലിങ്ങിനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ മേടിച്ച ശേഷം പിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ നേരെ കവറിലോട്ട് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ചെറിയൊരു ബുക്കും കൂടി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് മോൻ്റെ പുസ്തകം പൊതിയാനുള്ള കവറും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടു. പിന്നെ അതൊക്കെ മേടിച്ച ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇപ്പം തന്നെ സമയം 3 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോയിലേക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.